അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വേൾഡ് കപ്പ് തുടങ്ങി. ആധാരം പണയം വെച്ചിട്ട് പൈസ ഉണ്ടാക്കിയിട്ടാണ് അത്ര ഒരുത്തൻ കേരളത്തിലെ ഏറ്റവും വലിയ ഫ്ലെക്സ് കിട്ടിയിട്ടുള്ളത്. സ്പോർട്സ് സ്പിരിറ്റിന്റെ പേരിൽ താരാരാധനയിലേക്ക് നമ്മുടെ മനസ്സും ശരീരവും അറിയാതെ ആയിത്തീരുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. ആ ജാതി അന്തം മുടലുന്ന അവസ്ഥയെ തൊട്ട് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കും. അല്ലാ, എല്ലാവർക്കും ഒരു ബോധം തരണമേ റബ്ബേ. അല്ലാ, നീ ബോധം തരണമേ റബ്ബേ. ഏതോ നാട്ടിൽ നടക്കുന്ന ഒരു കളിക്ക് വേണ്ടി ഇക്കാട്ടിക്കൂട്ടുന്നത് അള്ളാഹുവിനെ എതിര് കാണിക്കലാണ് എന്നൊരു ബോധം എല്ലാവർക്കും നൽകണമേ റബ്ബേ. സ്പോർട്സ് സ്പിരിറ്റ് എന്നൊക്കെ വ്യക്തിയിൽ അധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ എന്താന്ന് ആരാന്ന് പറയേണ്ട ഉസ്താദെ? നിങ്ങളെ കൗമത് കുട്ടിക്കളി നിന്നല്ല ഒരാളിനോട് പറഞ്ഞു. നിങ്ങളെ കൗമ എന്ത് പ്രവർത്തികളാണെങ്കിലും ഒരു ഇസ്ലാം മത വിശ്വാസി എന്ന രീതിയിൽ അവന് പരിധികളും പരിമിതികളുമുണ്ട്. അവന് പരിധി എന്താണ്? ഇസ്ലാമികമായ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായ രീതിയിൽ ആവാതിരിക്കുക, ഇസ്ലാം നിർബന്ധമാക്കിയ കാര്യങ്ങൾക്ക് ഏതൊരു കാര്യവും തടസ്സമാവാതിരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നാം പാലിക്കപ്പെടേണ്ടതുണ്ട്. അപ്പോഴാണ് നമുക്ക് ഫുട്ബോൾ പ്രേമവുമൊക്കെ ഒരു തെറ്റായ രീതിയിൽ വരാതെ സൂക്ഷിക്കാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ. അല്ലാതെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കോ ഒന്നും ചെയ്യും. കുറച്ച് അന്തമുണ്ട്. അന്തമില്ലാത്തത് മലപ്പുറത്തെ മാപ്പിളാർക്കാം. അവർക്ക് അന്തം കൊടുക്കണമേ പഠിച്ചോനെ. നമ്മുടെ സ്പോർട്സ് ആവട്ടെ, അതല്ലെങ്കിൽ ആർട്സ് ആവട്ടെ, നമ്മുടെ തൊഴിലുകളാകട്ടെ, നമ്മുടെ ചിന്തകളാകട്ടെ, നമ്മുടെ ചലനങ്ങളാകട്ടെ, നമ്മുടെ നിശ്ചലനങ്ങളാകട്ടെ, എന്ത് ആണെങ്കിലും നമുക്കതിന് ഒരു മാർഗരേഖയുണ്ട്. എങ്ങനെയായിരിക്കണം നമ്മുടെ ചലനങ്ങൾ, എന്തായിരിക്കണം നമ്മുടെ തൊഴിൽ, എങ്ങനെയായിരിക്കണം നമ്മുടെ സമ്പത്ത്, എങ്ങനെയായിരിക്കണം നമ്മുടെ സമ്പാദ്യം, എങ്ങനെയാണ് നമ്മുടെ കുട്ടികളെ നാം വളർത്തേണ്ടത്, എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ നാം കൊണ്ടുപോകേണ്ടത്, എന്തെല്ലാം ബാധ്യതകളാണ് പരസ്പരം ഉള്ളത്, എങ്ങനെയാണ് ബാത്റൂമിൽ കയറേണ്ടത്, എങ്ങനെയാണ് ബാത്റൂമിൽ നിന്ന് ഇറങ്ങേണ്ടത്, എങ്ങനെയാണ് ഉറങ്ങേണ്ടത്, എങ്ങനെയാണ് ഉണരേണ്ടത് എന്നുള്ള മനുഷ്യ ജീവിതത്തിൽ വരുന്ന സകല ഹറക്കാത്ത് സകരാത്തുകളെയും പ്രതിപാദിക്കുന്ന അതിനൊരു കാഴ്ചപ്പാട്, അതിനൊരു രൂപം, അതിന് ഇന്ന രീതിയിലാവണമെന്നുള്ള ഒരു മാർഗനിർദ്ദേശം നൽകിയിട്ടുള്ള മതമാണ് പരിശുദ്ധ ഇസ്ലാം. നേരത്തെ ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലടാ, ഇതൊക്കെ ഏതോ നാട്ടിലെ തമ്മാടികൾ അവർക്ക് വേണ്ടി വ്യഭിചാരശാലകളാണ്. ഒരു ലോകകപ്പ് ഉണ്ടാക്കുമ്പോൾ അതിനനുസരിച്ച് വ്യഭിചാരശാലകൾ ഉണ്ടാക്കും. അത്ലറ്റുകൾ, വലിയ വലിയ കളിക്കാർക്ക് വേണ്ടി, പ്ലെയർമാർക്ക് വേണ്ടി വ്യഭിചരിക്കാൻ ആ ജാതി ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഫ്ലെക്സ് കിട്ടുന്നത്. സ്വന്തം പണയം വെച്ചിട്ട്. അല്ലാഹ്, നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണം. ഈ അന്തക്കെടിൽ നിന്ന് ഉമ്മത്തിനെ രക്ഷപ്പെടുത്തണമേറെ. അള്ളാഹുവെ, കളിയും വിനോദമൊക്കെ മനുഷ്യന് വേണം. പരിധി വിടുന്നതിന് തൊട്ട് കാക്കണമേറെ. അതുകൊണ്ട് തന്നെ ഇസ്ലാം ഫോളോ ചെയ്യുന്ന പ്രിയപ്പെട്ട വിശ്വാസികൾ, നമുക്ക് ഈ സ്പോർട്സ് സ്പിരിറ്റ് അതിനൊരു പരിധിയും പരിമിതിയും നമുക്കുണ്ട് എന്ന സത്യം നാം മനസ്സിലാക്കണം. കാരണം അത് ഇന്ന് നമ്മുടെ ഈ മത്സര ബുദ്ധിയോടെയുള്ള ഈ ടീമുകളുടെ ഫാൻസുകൾ അവരുടെ താരങ്ങളുടെ പടുകൂറ്റൻ പ്രതിമകളും അതുപോലെ തന്നെ ഫ്ലക്സികളും കട്ടൗട്ടുകളുമൊക്കെ നാടുകളിൽ സ്ഥാപിച്ചുകൊണ്ട് അതൊരു വലിയ ആരവമായിക്കൊണ്ട് മാറിയിരിക്കുകയാണ്. ഇത് ഒരു താരാരാധനയിലേക്ക് ഒരിക്കലും പോകാൻ പാടില്ല. ആരാധന അള്ളാഹുവോട് മാത്രമായിരിക്കണം. ആരാധന അള്ളാഹുവോട് മാത്രമായിരിക്കണം. അതിനു വേണ്ടിയാണ് ആദം നബി അലൈഹി സ്വലാം മുതൽ അന്ത്യപ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള പ്രവാചകന്മാർ ഇവിടെ കടന്നു വന്നത് ആ ഒരു കലിമയെ ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടിയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല, ആരാധ്യനില്ല, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന ഈ സത്യം സ്ഥാപിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് നമുക്ക് താരങ്ങളുടെ കട്ടൗട്ടുകളിലൂടെ, അതിനെ പൂജിക്കുന്നതിലൂടെ, അതിനെ നമ്മുടെ തലയിൽ കയറ്റി വെക്കുന്നതിലൂടെ നമ്മുടെ ഹൃദയവും നമ്മുടെ ചിന്തയും നമ്മുടെ ചലനവും ഒക്കെ ഇതിന്റെ കാൽക്കീഴിലായിക്കൊണ്ട് ജീവിതം തള്ളി നീക്കാതെ ഇതൊരു താരാരാധനയിലേക്ക് വഴിമാറുന്ന രീതിയിൽ ആവാതെ, നമ്മുടെ ഇബാദത്തുകൾ, നിസ്കാരങ്ങൾ ഖളാ ആവാതെ നമുക്ക് ഇതിനെ കൊണ്ടുപോകാൻ കഴിയണം. ഖുർആൻ പറയുന്നു, വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. അണു അളവ് ആരെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതവൻ കാണും നാളെ. അണു അളവ് ആരെങ്കിലും തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും അവൻ കാണും. ഇതിന്റെ പേരിൽ തടിച്ചുകൂടി ഒരു പുതിയ പിശാചിന്റെ കൂട്ടുകെട്ട് ഈ വേൾഡ് കപ്പ് സീസണിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പാടില്ല. അവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നമ്മുടെ മക്കളെ നാം സൂക്ഷിക്കണം. എന്തിനാണ് ഇത്രയും വലിയ പോസ്റ്ററുകളും ഇത്രയും വലിയ ഫ്ലക്സുകളും നമ്മുടെ നാട്ടിൽ? ഇതുകൊണ്ട് എന്താണ് നമുക്ക് നേട്ടമുള്ളത്? നമുക്ക് ചിന്തിക്കാം. യോജിച്ചോ വിയോജിച്ചോ അത് നിങ്ങളുടെ ഇഷ്ടം, യുവർ ചോയ്സ്. എന്നാൽ ഇവിടെ എന്താണ് ഇതിന്റെ ആവശ്യം? നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു നന്മ അതുകൊണ്ട് ഉണ്ടോ എന്നുള്ളത് നാം ചിന്തിക്കുക. നന്മയുള്ളത് നന്മയാണ്, നന്മയില്ലാത്തത് നന്മയല്ല. ഇതൊരു സത്യമാണല്ലോ. അപ്പോൾ ഈ രീതിയിൽ നാം ചിന്തിക്കുക. നമുക്ക് ഫ്ലക്സികൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് രൂപ ചെലവാക്കിക്കൊണ്ട് ഫ്ലക്സികളും കട്ടൗട്ടുകളും ലഹരിയുടെ തലത്തിലേക്ക് ഇത് മാറുന്നു എന്നുള്ളതാണ്. പേര് ശരിക്കും എങ്ങനെ സംഘടിപ്പിച്ചത്? സത്യം പറഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോട്ടലാണ് പോർച്ചുഗൽ ടീം സ്റ്റേ അടിക്കുന്നത്. അപ്പോൾ ഡെയിലി ക്രിസ്ത്യൻ അവിടെ ലാൻഡ് തന്നുകൊണ്ട് തന്നെ നമ്മൾ കാണുന്നുണ്ട്, എല്ലാ ദിവസവും കാണും.
കാണുമ്പോൾ ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഞാൻ ഇങ്ങനെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കും. അപ്പോൾ ഇങ്ങനെ നല്ല ക്രിസ്ത്യാനോ റൊണാൾഡോ ആരാധികയാണല്ലേ? ഭയങ്കര ആരാധികയാണ്. ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് ഞാൻ എപ്പോഴും നോക്കി നിൽക്കും. ഇടയ്ക്ക് ഗുഡ് മോർണിംഗ് ഒക്കെ കിട്ടും. അത് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷം. പിന്നെ അന്നത്തേക്ക് അത് മതി. അങ്ങനെയാണ് ഈ അടുത്ത് അയാൾ ഇങ്ങനെ ഭയങ്കര റിലാക്സ് ആയിട്ട് ഇങ്ങനെ നടന്നു വരികയായിരുന്നു. ആ സമയത്ത് ഞാൻ ചോദിച്ചു ക്യാൻ ഐ ടേക്ക് സെൽഫി വിത്ത് യു? ഒരു പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ ഭയങ്കര ഹംബിൾ ആയിട്ട് പറഞ്ഞു ഓക്കെ എന്നുള്ള രീതിയിൽ. അങ്ങനെ ഞാനാണ് ഫസ്റ്റ് ഇങ്ങനെ സെൽഫി എടുക്കാൻ വേണ്ടി നിന്നത്. അതാണ്, അതായത് ഇപ്പൊ സാധാരണ രീതിയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരു സെൽഫി ചിലപ്പോൾ എങ്ങനെയെങ്കിലും ഒപ്പിക്കാൻ കഴിയും. പക്ഷെ ക്രിസ്ത്യാനോ റൊണാൾഡോ സെൽഫി എടുത്ത സെലിബ്രിറ്റി ആയി മാറി. പിള്ളേർ സംബന്ധിച്ചാൽ അപ്പൊ എന്റെ ഷോൾഡറിൽ കൈവച്ചിട്ടാണ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഫോട്ടോ എടുക്കുമ്പോൾ എനിക്ക് ശരിക്കും ആ സെൽഫി ആയിരുന്നു വേണ്ടത്. അപ്പൊ പിന്നെ എന്താ സംബന്ധിച്ച് പിന്നെ ആള് വാങ്ങി, ആള് സെൽഫി എടുത്തു. അതാണ് എന്തായത്. പിന്നെ ചില ടോൾ ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ആള് വാങ്ങിയിട്ട് ആള് സെൽഫി എടുത്തു. ശരിക്കും എന്താണ് ക്രിസ്ത്യാനോ റൊണാൾഡോ സെൽഫി എടുത്ത സെലിബ്രിറ്റി ആയി മാറി. അതാണ് എല്ലാവരും പറയുന്നത്. ഫ്രണ്ട്സും കുടുംബക്കാരും എല്ലാവരും അതാണ് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ ഇന്നാണ് ഒന്ന് നോർമൽ സ്റ്റേജിലേക്ക് വന്ന് തുടങ്ങുന്നത്. ഇതുവരെ ഭയങ്കരമായിരുന്നു. എനിക്കുള്ളതിനേക്കാളും കൂടുതലായിരുന്നു എന്റെ ഫ്രണ്ട്സിനും അതേപോലെ നാട്ടിലുള്ള കുടുംബക്കാർക്കും ആ ക്രിസ്ത്യാനോന്റെ കട്ട ഫാൻസിനൊക്കെ എല്ലാവരും ഭയങ്കര സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് അങ്ങനെയായിരിക്കും ഇങ്ങനെ എത്തിപ്പെട്ടത് നിങ്ങളിലേക്ക്. എന്റെ മഹലിൽ ഒരു ഫ്ലക്സി പോലും ഇല്ല. അതൊക്കെ ഉസ്താദുമാരുടെ നിയന്ത്രണത്തിൽ മഹല്ല് ഓടുന്നു എന്നുള്ളതാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷത്തോടു കൂടി എന്റെ ടീം ജയിച്ചു, നിന്റെ ടീം തോറ്റു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ സംസാരങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒരു പരിമിതമായ ആവേശമാണ്. എന്നാൽ അതിന്റെ പേരിൽ 10,000 മുടക്കി നാട്ടിൽ ഫ്ലക്സികളും കട്ടൗട്ടുകളും കൊണ്ട് എന്തോ ഒരു തലത്തിലേക്ക് മാറുന്ന ഒരു ആവേശമാവരുത്. നമ്മുടെ ആവേശത്തിന്റെ, നമ്മുടെ ധനവിനിയോഗത്തിൽ എന്തെങ്കിലും ഒരു നേട്ടം ഇന്നോ ഇന്നലെയോ നാളെയോ വേണം. പ്രിയപ്പെട്ട ടീമിന്റെ തോൽവി ഒരു മനുഷ്യന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ? കാക്കനാട് സ്വദേശിയായ 26-കാരൻ അക്ഷയ് എന്ന അച്ചുവിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് അതാണ്. താൻ നെഞ്ചിലേറ്റിയ പ്രിയപ്പെട്ട ടീമിന്റെ തോൽവി അവനെ മാനസികമായും ശാരീരികമായും തളർത്തിക്കളഞ്ഞു. കഴിഞ്ഞ ദിവസം ബ്രസീലിന്റെ കളിയുണ്ടെന്നറിഞ്ഞ് അക്ഷയുടെ സുഹൃത്തുക്കൾ വീട്ടിലെത്തി വിവരമറിയിച്ചപ്പോൾ ആ മുഖത്ത് നേരിയ പ്രതികരണങ്ങൾ കണ്ടു. 2022 ലോകകപ്പ് ക്വാർട്ടർ ഫൈനലിൽ ബ്രസീൽ ക്രൊയേഷ്യയോട് പരാജയപ്പെട്ടപ്പോൾ മാഞ്ഞതാണ് ഈ മുഖത്തെ തിളക്കം. പെനാൽറ്റിയിൽ ബ്രസീൽ തോക്കുകയും ക്രൊയേഷ്യ ജയിക്കുകയും ചെയ്തു. അതിൻ്റെ പെട്ടെന്നുള്ള ഹൈ ആയിട്ടുള്ള ടെൻഷൻ അറിഞ്ഞില്ല. അവനപ്പുറത്ത് ഛർദ്ദിക്കാൻ വന്നെന്ന് പറഞ്ഞ് ഛർദ്ദിക്കാൻ പോയി കിടന്നു. ഛർദ്ദിച്ചില്ല, കഴിഞ്ഞിട്ട് അവിടെ പോയി കിടക്കുകയും ചെയ്തു. ആ കിടപ്പ് കിടന്നിട്ട് 11 മണിക്കാണ് അറിയണത്. ലാസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി 2-3 ആഴ്ചത്തോളം വെന്റിലേറ്ററിലായിരുന്ന ആള്. അങ്ങനെ ഇപ്പം ഒരുവിധം ക്ലിയർ ആയ ആൾ ഇവിടത്തോളം എത്തി. അമിത രക്തസമ്മർദ്ദത്തെ തുടർന്ന് തലച്ചോറിൽ രക്തം കട്ടപിടിച്ച അക്ഷയ് പിന്നീട് ഇതുവരെ പഴയ ജീവിതത്തിലോട്ട് തിരിച്ചു വന്നിട്ടില്ല. നാട്ടിലും മറ്റു പല സ്ഥലങ്ങളിലുമായി നിരവധി ഫുട്ബോൾ ടൂർണമെന്റുകളിൽ സജീവമായിരുന്നു ഈ ചെറുപ്പക്കാരൻ. ഫുട്ബോളിനായി ബൂട്ടണിഞ്ഞ കാലം തൊട്ട് അക്ഷയുടെ പ്രിയപ്പെട്ട ടീം ബ്രസീലായിരുന്നു. ആ പഴയ ഫുട്ബോൾ ആവേശം മനസ്സിൽ കിടക്കുന്നത് കൊണ്ടാകാം സുഹൃത്തുക്കൾ ബ്രസീൽ മൊറോക്കോ കളിയുടെ കാര്യം പറഞ്ഞപ്പോഴും ജേഴ്സി അണിയിച്ചപ്പോഴും അവന്റെ മുഖത്ത് മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത്. എല്ലാം വെക്കുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പൊ ഫുട്ബോൾ ആകുമ്പോ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാറുണ്ട് ഇടയ്ക്ക്. അക്ഷയുടെ അച്ഛൻ പുരുഷോത്തമൻ ചുമട്ടുതൊഴിലാളിയാണ്. മകന്റെ ചികിത്സയ്ക്കായി ഈ സാധാരണ കുടുംബം പെടാപ്പാട് പെടുകയാണ്. മകൻ പഴയതുപോലെ ബൂട്ടണിയുമെന്ന പ്രതീക്ഷയിലാണ് അക്ഷയുടെ അച്ഛനും അമ്മയും സഹോദരിയും. 90 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു കളിയിലെ തോൽവി ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ഫുട്ബോൾ ആരാധകർ ഒരു പക്ഷേ 1-2 ദിവസത്തിനുള്ളിൽ മറന്നേക്കാം. എന്നാൽ കാക്കനാട്ടെ ഈ കുടുംബത്തിന് ആ തോൽവി സമ്മാനിച്ചത് 4 വർഷത്തെ നിശബ്ദതയാണ്. പ്രിയപ്പെട്ട ടീമിന്റെ ജേഴ്സി അണിഞ്ഞ് അക്ഷയ് എന്ന 26-കാരൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് കാക്കനാട്ടെ ഈ കുടുംബം.